നമസ്കാരം. ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. തലക്കെട്ടുകൾ നോക്കാം. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെ ഗുരുതര വീഴ്ചയ്ക്ക് തെളിവ്. ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഗേറ്റ് പൂട്ടി ജീവനക്കാർ ഉറങ്ങിയതോടെ കടുത്ത ശ്വാസതടസ്സമുള്ള രോഗി കാത്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ. പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ഡോക്ടർ തിരിച്ചയച്ചെന്ന കുടുംബം. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. അതിവേഗ റെയിൽപാതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ ആശയക്കുഴപ്പം. തന്റെ മുന്നിൽ ഒരു ഫയലും വന്നിട്ടില്ലെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം വരുന്നതിനെ പോലും എതിർത്ത ആളാണ് ശ്രീധരൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാകരുതെന്നും മന്ത്രി. ഔദ്യോഗികമായി അത്തരത്തിലുള്ള അറിയിപ്പ് എൻ്റെ വകുപ്പിൽ വന്നിട്ടില്ല. റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളത് എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു കണ്ടു. അതിവേഗ റെയിൽപാതയെ പിന്തുണച്ച് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 2 or 3 MPമാർക്ക് അവസരം നൽകിയേക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന് ലത്തീൻ സഭ. TM ജേക്കബിന്റെ മകൾ അമ്പിളി ജേക്കബ് UDF സ്ഥാനാർത്ഥിയായേക്കും. BJP ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ പണ്ട് ചെയ്യാൻ മടുത്ത കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ഭാഷ പറഞ്ഞാൽ S. രാജേന്ദ്രനെതിരെ കൊലവിളി പ്രസംഗവുമായി MM മണി. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ താനായാലും തല്ലിക്കൊല്ലണം. രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. സഖാക്കൾ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നും ആഹ്വാനം. സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. ഗൃഹസന്ദർശന പരിപാടിയിൽ ഇത് ബോധ്യപ്പെട്ടെന്ന വിശദീകരണം. വിവാദ പരാമർശത്തിൽ സജി ചെറിയാനെ വിമർശിച്ച് സുധാകരനും പാലൊളി മുഹമ്മദ് കുട്ടിയും. സജി ചെറിയാനെ പറ്റി എനിക്ക് വേറൊന്നും പറയാനില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ് പലരും പറയാം. അദ്ദേഹം അത് അംഗീകരിച്ചില്ല. അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ്. അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. പ്രസ്താവനകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതെ. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് പോരാടാൻ വിജയ്. TVക്ക് ആരുമായും സഖ്യത്തിനില്ലെന്ന പ്രഖ്യാപനം. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് CBI അന്വേഷണവും സിനിമാ റിലീസും പരോക്ഷമായി സൂചിപ്പിച്ച് വിജയ്. DMK സർക്കാരിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയാനും ആഹ്വാനം. പ്രമുഖ പത്രപ്രവർത്തകൻ മാർക്ക് ടർലി അന്തരിച്ചു. അന്ത്യം ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പ്രതിഭ. US കുടിയേറ്റ പരിശോധനയ്ക്കിടെ വീണ്ടും കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37-കാരനായ അമേരിക്കൻ പൗരൻ മരിച്ചു. സേനയ്ക്കെതിരെ ജനം തെരുവിൽ. അതിവേഗ റെയിൽവേ പാത സംബന്ധിച്ച് സർക്കാരിൽ തന്നെ അവ്യക്തത. റെയിൽവേ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ തന്റെ മുന്നിൽ ഒരു ഫയലും എത്തിയിട്ടില്ലെന്ന് V. അബ്ദുറഹ്മാൻ ഇന്ന് പ്രതികരിച്ചു. മെട്രോ വിഭാഗത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. അതേക്കുറിച്ചും തനിക്കറിയില്ല. നാടിന് ഗുണമുള്ള എല്ലാ വികസനവും വരണം, പക്ഷെ അത് വെറും വാക്കായി പോവരുത്. ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പറച്ചിലാവരുതെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ഔദ്യോഗികമായി അത്തരത്തിലുള്ള അറിയിപ്പ് എൻ്റെ വകുപ്പിൽ വന്നിട്ടില്ല. റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളത് എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി മെട്രോയാണ് ആ വർക്ക് ഏൽപ്പിച്ച് DPR ഉണ്ടാക്കാനെന്നുള്ളതാണ് ഞങ്ങളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ബാക്കി ഏത് സംവിധാനമാണെങ്കിലും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിലവിലുള്ള പരിസ്ഥിതിയുടെ ഭാഗം എടുത്ത് പരിശോധിച്ചാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിന് ആവശ്യമാണ്. അതിനെ തള്ളി പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽ ഇത്തരത്തിലെന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ അത്തരത്തിലുള്ള ഫയൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു മെട്രോ സംവിധാനം ആയതുകൊണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയിലാണ്. റെയിൽ പദ്ധതികൾ, മറ്റുള്ള എല്ലാ റെയിൽ പദ്ധതികളും വരുന്നത് നമ്മുടെ വകുപ്പിലാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്നതാണ് മെട്രോ.
അതിലെങ്ങനെയാണ് ശ്രീധരൻ അവരുള്ളത് ഏൽപ്പിച്ച് എന്ന് എനിക്കറിയില്ല. റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് വരേണ്ട ഫയൽ ആയിരുന്നെങ്കിൽ എനിക്ക് വരേണ്ടതാണ്. പക്ഷെ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പോകേണ്ട ഫയലായതുകൊണ്ട് ചിലപ്പോൾ മുഖ്യമന്ത്രി പോയിട്ടുണ്ടാവും. പറയുന്നു ചിലപ്പോൾ ഉണ്ടായിരിക്കാം. തവണ അത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്, നടക്കുന്നില്ല. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഫ്രീസ് ചെയ്തിട്ട് അവർ ബുദ്ധിമുട്ടുന്നത്. അതുകൂടി നമ്മൾ കാണും. ഇത് പ്രഖ്യാപനങ്ങളാവരുത് എന്നതാണ് എനിക്ക് പറയുന്നത്. ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനമായി ഇത് ഒതുങ്ങിപ്പോകരുത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണകരമായ ഒന്നാണ്. അത് നടക്കണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ. കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിൽപാതയെ പിന്തുണച്ച വി.ഡി. സതീശൻ സിൽവർ ലൈനിനെ എതിർത്തത് പാരിസ്ഥിതിക സാമ്പത്തിക വിഷയങ്ങളുടെ പേരിലാണെന്ന വിശദീകരണം കൃത്യമായി DPR സർക്കാരിനില്ലായിരുന്നു. ആ എതിർപ്പിനർത്ഥം കേരളത്തിൽ അതിവേഗ റെയിൽ വേണ്ട എന്നല്ല, ബദലുകൾ പരിശോധിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ള ഒരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടെന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടൊന്ന് ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട, അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിന്റെ പ്രപ്പോസൽ വരട്ടെ, അതിന്റെ DPR തയ്യാറാക്കട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. നിലവിൽ 2 or 3 MP-മാർക്ക് അവസരം നൽകിയേക്കുമെന്നാണ് സൂചന. അടൂർ പ്രകാശ്, K. സുധാകരൻ, ഷാഫി പറമ്പിൽ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും വിഷയത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി ചർച്ചയിൽ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗവും MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേസമയം 7-ലധികം MP-മാർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരികെ വരണമെന്നും UDF അധികാരത്തിലേക്ക് എത്തിയാൽ അവിടെ മന്ത്രി പദവിയിലേക്ക് തന്നെ എത്തണമെന്ന താല്പര്യത്തിൽ 7-ലധികം MP-മാർ തിരികെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ നടത്തിയതുമാണ്. പക്ഷേ ഹൈക്കമാൻഡ് അതിനുള്ളൊരു അനുകൂല സമീപനം സ്വീകരിച്ചേക്കില്ല എന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതേസമയം ചില സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചില MP-മാർക്ക്, അതായത് 2 or 3 MP-മാർക്ക് ഇത്തരത്തിലൊരു ഇളവ് നൽകാനുള്ള ആലോചനകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അതിൽ തന്നെ മുൻപന്തിയിലുള്ള 3 പേരുകളാണ് K. സുധാകരൻ, അടൂർ പ്രകാശ്, അതോടൊപ്പം ഷാഫി പറമ്പിൽ. ഇതിൽ K. സുധാകരനും അടൂർ പ്രകാശും ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ അടക്കം പരസ്യമായി കോൺഗ്രസിനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യം. അവിടെ അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി ഈഴവ പ്രാതിനിധ്യം, അതായത് പ്രബലരായ 2 ഈഴവ നേതാക്കളെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതേസമയം അടൂർ പ്രകാശിന് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്ക് പിന്നിൽ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന് പങ്കുണ്ട് എന്ന ഒരു വിമർശനം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തുന്നവരുമായി അദ്ദേഹം അത്തരത്തിലുള്ളൊരു അഭിപ്രായം പങ്കുവെച്ചതായുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായൊരു നീക്കം നടക്കുന്നു എന്നൊരു അമർഷത്തിലാണ് അടൂർ പ്രകാശ് ഉള്ളത്. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കും ഈ വിഷയത്തിൽ സുപ്രധാനമായൊരു തീരുമാനമെടുക്കുക. അതോടൊപ്പമാണ് ഷാഫി പറമ്പിലിൻ്റെ പേരും പരിഗണനയിലുള്ളത്. പക്ഷേ ഷാഫി പറമ്പിൽ എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായൊരു ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് വടക്കൻ കേരളത്തിലെ ഒരു കരുത്തുറ്റ മണ്ഡലത്തിൽ, അതായത് കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ നേർക്കുനേർ പോരാട്ടത്തിനായി ഷാഫിയെ കളത്തിറക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. അവിടെ നേതൃത്വമെടുക്കുന്ന തീരുമാനമായിരിക്കും നിർണായകം. സ്ക്രീനിംഗ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും 2 അല്ലെങ്കിൽ 3 MP-മാർക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു ഇളവ് അനുവദിച്ചാൽ തന്നെ അനുവദിക്കുക എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. വലിയ തരത്തിലുള്ള അമർഷം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. MP-മാർ മത്സരിക്കേണ്ടതില്ല, കാരണം ഇവിടെ നിന്ന് യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിലവിൽ MP-മാരായിരിക്കുന്നവർ തിരികെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന ചോദ്യങ്ങളൊക്കെ മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയസാധ്യതയ്ക്ക് മാത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻതൂക്കം കൊടുക്കുന്നത്.
തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസിനോട് ഉന്നയിച്ച് ലത്തീൻ സഭ. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സഭ സമ്മർദ്ദ നീക്കം നടത്തിയെന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് പുതിയ നീക്കം. എന്നാൽ ജാതിയോ മതമോ പരിഗണിച്ചല്ല, മറിച്ച് നാടിന്റെ പൊതു താൽപര്യവും വികസനവും മുൻനിർത്തിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. ആന്റണി രാജു അപ്രതീക്ഷിതമായി അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയാണ് ഘടകകക്ഷിയായ CMPക്ക് സീറ്റ് വിട്ടു നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉന്നയിച്ചു തുടങ്ങിയത്. ആ ചർച്ചകൾ പിന്നീട് KS ശബരിനാഥനിലേക്കും K മുരളീധരനിലേക്കും അതോടൊപ്പം തന്നെ മുൻ MLA ആയിരുന്ന VS ശിവകുമാറിലേക്കുമൊക്കെ എത്തി. ആ ചർച്ചകൾ ഒരു വശത്ത് തുടരുന്നതിനിടയിലാണ് ലത്തീൻ സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് തീരദേശത്തിൻ്റെ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണം എന്നതാണ് ലത്തീൻ സഭയുടെ ആവശ്യം. ലത്തീൻ സഭ വികാരി ജനറൽ അടക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധികളുമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് സഭയുടെ പിന്തുണ തീരദേശ പ്രാതിനിധ്യം നൽകുന്ന മുന്നണിക്കായിരിക്കും എന്ന തരത്തിലാണ് ലത്തീൻ സഭ ഈ നിലപാട് അറിയിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ലത്തീൻ സമുദായാംഗം തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ഒരിക്കലും ഞങ്ങൾ വാശി പിടിക്കില്ല. പക്ഷേ തീരദേശ മേഖലയിൽ നിന്ന് തന്നെ ഈ പ്രാതിനിധ്യം വേണം, തീരദേശത്ത് നിന്നുള്ള ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്ന ആവശ്യമാണ് ലത്തീൻ സഭ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് BJP നഗരസഭയുടെ ഭരണം പിടിച്ചത് വലിയ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കും BJPക്ക് എന്ന പൊതു വിലയിരുത്തലുണ്ട്. ആ ചർച്ചകൾക്കിടയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകൾ പിടിക്കണം, കോവളത്തിനപ്പുറത്തേക്ക് പരമാവധി സീറ്റുകൾ പിടിക്കണം എന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെയൊരു ഘട്ടത്തിൽ ലത്തീൻ സഭ ഇങ്ങനെയൊരു നിലപാടുമായി മുമ്പോട്ട് വരുമ്പോൾ അതിന് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് നേതൃത്വം പരിഗണന നൽകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ കേരളത്തിന് അഭിമാന നേട്ടങ്ങൾ. കേരളം കണ്ട എക്കാലത്തെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു വാർത്ത, മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. എത്രയെത്രയോ തവണ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ഉണ്ടെന്ന സൂചനകൾ വരികയും പക്ഷേ അവസാനം പുരസ്കാര പ്രഖ്യാപനം വരുമ്പോൾ അത് ഉണ്ടാകാതെ പോവുകയുമാണ് പതിവ്. നേരത്തെ 98-ൽ മമ്മൂട്ടി പത്മശ്രീ നേടിയിരുന്നു. ഇതാ 2026-ൽ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം. വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരമുണ്ട്. ജസ്റ്റിസ് KT തോമസ് ആണ് പത്മഭൂഷൺ നേടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം. അങ്ങനെ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ മമ്മൂട്ടി, VS, വെള്ളാപ്പള്ളി നടേശൻ എന്നിങ്ങനെ മലയാളത്തിന് അഭിമാനമാകുന്ന, കേരളത്തിന് അഭിമാനമാകുന്ന തരത്തിലാണ് ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനം പട്ടിക പുറത്തു വരുന്നത്. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ, വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ, അങ്ങനെ വ്യത്യസ്തമായ ഒരു പുരസ്കാര പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതുതന്നെയാണ് മലയാളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു പുരസ്കാര പട്ടികയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ജനകീയ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി ആദരിക്കാൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു. മലയാളത്തിന്റെ പ്രിയങ്കരനായ അഭിമാനമായ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയും ആദരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു. KT തോമസ്, P നാരായണൻ എന്നിവർക്കും വിഭൂഷൺ നൽകിയാണ് രാജ്യം ആദരിക്കുന്നത്. കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ അവാർഡാണ് നൽകിയിരിക്കുന്നത്. കൊല്ലക്കൽ ദേവകി അമ്മയ്ക്കും പത്മശ്രീ അവാർഡാണ്. ആലപ്പുഴ മുതുകുളം സ്വദേശിനിയാണ്, പ്രകൃതി സ്നേഹിയാണ്. മുൻ മുഖ്യമന്ത്രി ഷിബു സോറനും പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. നടൻ ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിട്ടുണ്ട്. 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ഇക്കുറി നൽകുന്നത്. 13 പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി നൽകുന്നത്. 113 പേർക്കാണ് പത്മശ്രീ ബഹുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്നാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പത്മ അവാർഡുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റാണ്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വകയുള്ള ലിസ്റ്റ് തന്നെയാണ് ഇത്. ജസ്റ്റിസ് KT തോമസിന് പൊതുജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ P നാരായണനാണ്. സാഹിത്യവും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദനും മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകിയിരിക്കുന്നു, പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ,
എഴുത്തുകാരൻ പി നാരായണൻ, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കെ ടി തോമസ് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ബഹുമതികൾ നൽകിയിരിക്കുന്നത്. ആകെ 5 പേർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി ഉള്ളത്. പത്മഭൂഷൺ ബഹുമതി 13 പേർക്കാണുള്ളത്. കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതി ഉള്ളത് മമ്മൂട്ടിക്കാണ് പത്മഭൂഷൺ ബഹുമതി ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ബഹുമതിയുണ്ട്. മറ്റൊന്ന് പത്മശ്രീ ബഹുമതിയാണ്. പത്മശ്രീ ശ്രീ എ ഇ മുത്തുനായകത്തിന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ്. എ ഇ മുത്തുനായകന് ശാസ്ത്രരംഗത്തെയും സാങ്കേതിക രംഗത്തെയും മികവിനാണ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പേര് കേരളത്തിൽ നിന്നുള്ളത് 113 പേർക്ക് പത്മശ്രീ അവാർഡുണ്ട്. പത്മവിഭൂഷൺ അവാർഡിൻ്റെ പട്ടികയിലാണ് 5 പേർക്ക് നൽകിയ പട്ടികയിലും പത്മഭൂഷൺ അവാർഡ് പട്ടികയിലുമാണ് കൂടുതൽ കേരളത്തിൽ നിന്ന് ആളുകളുള്ളത്. കലാമണ്ഡലം വിമല മേനോന് കലാരംഗത്ത് നൽകിയ സംഭാവനയുടെ പേരിൽ കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡിന് കലാമണ്ഡലം വിമല മേനോനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലക്കൽ ദേവകിയമ്മ ആലപ്പുഴ മുതുകുളം സ്വദേശിനിയാണ്. 5 ഏക്കറോളം വരുന്ന വനം വെച്ച് വളർത്തുകയും പ്രകൃതി സ്നേഹത്തിനുമൊക്കെ സോഷ്യൽ വർക്കിന് മുൻനിർത്തിയാണ് അവർക്ക് പത്മശ്രീ ബഹുമതി നൽകിയിരിക്കുന്നത്. ആദ്യത്തെ പേര് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ പോകണ്ട, അത് ധർമ്മേന്ദ്രയാണ്. ധർമ്മേന്ദ്രയ്ക്കും അതെ, അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുതന്നെയാണ് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത് 5 പേർക്കാണ്. ഒന്ന് വിശ്രുത നടനായിരിക്കുന്ന ധർമ്മേന്ദ്രയ്ക്കാണ്. ധർമ്മേന്ദ്രയ്ക്ക് കലാരംഗത്തെ സംഭാവനയുടെ പേരിലാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്ന രാജ്യത്തെ പത്മ അവാർഡുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കെ ടി തോമസിനാണ്. അദ്ദേഹത്തിന് പൊതുജീവിതത്തിലെ സംഭാവനയിടയ്ക്കാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത്. അതും മരണാനന്തര ബഹുമതിയാണ്. മറ്റൊന്ന് പി നാരായണനാണ്. കേരളത്തിൽ നിന്ന് സാഹിത്യത്തിലും വിദ്യാഭ്യാസ രംഗത്തും പി നാരായണൻ നൽകിയ സംഭാവനയുടെ പേരിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവും ജനകീയ നേതാവുമൊക്കെയായ വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നു. മുമ്പും ഒരിക്കൽ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ ബഹുമതി നൽകും എന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അന്ന് പത്മവിഭൂഷൺ ബഹുമതിയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. പത്മശ്രീ ബഹുമതി 113 പേർക്കാണ് പത്മശ്രീ ബഹുമതി ഉള്ളത്. പത്മശ്രീ ബഹുമതിയുള്ള കേരളത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിന് എ ഇ മുത്തുനായകത്തിന് പത്മശ്രീ ബഹുമതിയുണ്ട്. മറ്റൊന്ന് കേരളത്തിൽ നിന്ന് ഈ ബഹുമതിക്ക് അർഹനായിരിക്കുന്ന മറ്റൊരാൾ പട്ടികയിൽ 62ാമത്തെ പേരുകാരിയായ കലാമണ്ഡലം വിമല മേനോനാണ്. കലാരംഗത്ത് നൽകിയ മികവിനാണ് കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ ബഹുമതി നൽകി രാജ്യം ആദരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മറ്റൊരാളുള്ളത് കൊല്ലക്കൽ ദേവകിയമ്മയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആലപ്പുഴ മുതുകുളം സ്വദേശിനിയാണ്. 5 ഏക്കറോളം വരുന്ന വനം നാട്ടിൽ വെച്ച് വളർത്തിയ പ്രകൃതി സ്നേഹിയായ അവർക്ക് സാമൂഹിക സേവനത്തിനാണ് കൊല്ലക്കൽ ദേവകിയമ്മയ്ക്ക് കേരളത്തിൽ നിന്ന് പത്മശ്രീ ബഹുമതിക്ക് അർഹയായിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പത്മശ്രീ ബഹുമതിയിൽ ഇത്രയും പേരാണ്. ഈ 3 പേരാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ ബഹുമതിയിലുള്ളത്. പത്മവിഭൂഷൺ ബഹുമതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതിയാണ് നൽകുമ്പോഴാണ് അതിൽ കേരളത്തിൽ നിന്നുള്ള ലിസ്റ്റാണ് ഏറ്റവും കൂടുതൽ. മഹാരാഷ്ട്രയിൽ നിന്ന് ധർമ്മേന്ദ്ര, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് എൻ രാജം, മറ്റു 3 പേരും കേരളത്തിൽ നിന്നാണെന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യ ആകെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്മവിഭൂഷൺ ബഹുമതി നേടിയവരിൽ കേരളത്തിൽ നിന്നാണ് 3 പേർ എന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്നതാണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം വരുന്നത്. പത്മവിഭൂഷൺ 5 പേർക്കാണ് ഇക്കുറി പത്മവിഭൂഷൺ ഉള്ളത്. ആ 5 പേരിൽ 3 പേരും മലയാളികളാണ്. വി എസ് അച്യുതാനന്ദനെ പോലെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയം നിന്ന കടുത്ത സംഘപരിവാർ വിമർശകൻ കൂടിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ പോലെ കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ബഹുമതി നൽകി രാജ്യം ആദരിക്കുന്നു എന്ന പ്രത്യേകത കൂടി അതിനുണ്ട്. അതോടൊപ്പം തന്നെ പത്മവിഭൂഷൺ പട്ടികയിലേക്ക് ജസ്റ്റിസ് കെ ടി തോമസ് കൂടി വരുന്നു എന്നുള്ളതും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം പി നാരായണൻ പോകുന്ന എൻ രാജം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന് പിന്നീട് ഉത്തർപ്രദേശ് അവരുടെ കർമ്മ കേന്ദ്രമാക്കി മാറ്റിയ ഒരു വയലിനിസ്റ്റാണ്. അവർ പാടുന്ന വയലിൻ എന്നാണ് അവരെ പലപ്പോഴും വിളിക്കാറുള്ളത്. നേരത്തെ പത്മശ്രീയും പത്മഭൂഷണും നേടിയിരുന്നു. ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ് അവരുടെ കർമ്മകേന്ദ്രം. അങ്ങനെ നോക്കുമ്പോൾ അതും ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അത് ഉത്തർപ്രദേശിൽ നിന്നാണ് പോയിട്ടുള്ളതെങ്കിൽ പോലും അവർ ഒരു തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന്
പിന്നീട് കർമ്മകേന്ദ്രം ഉത്തർപ്രദേശാക്കി മാറ്റിയ ഹിന്ദുസ്ഥാനി വയലിനിസ്റ്റാണ്. അവരെപ്പറ്റി മാത്രം നമ്മൾ സൂചിപ്പിക്കാതെ പോയതുകൊണ്ട് അത് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മമ്മൂട്ടിയിലേക്ക് വന്നാൽ വലിയ ചില പ്രത്യേകതകളുണ്ട് കിരൺ. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം വാങ്ങുന്ന വേളയിലാണ് രാജ്യത്തെ ഉന്നത ബഹുമതികളിലൊന്ന് മമ്മൂട്ടിയെ തേടിയെത്തുന്നത്. അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 2024 ചലച്ചിത്ര പുരസ്കാരം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വേദിയിൽ വെച്ചാണ് ഈ പുരസ്കാരം, ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരങ്ങളിലൊന്ന് മമ്മൂട്ടിയുടെ കലാജീവിതത്തിനുള്ള ട്രിബ്യൂട്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആദരവായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇത്രയേറെ തവണ പത്മ ലിസ്റ്റിൽ വന്നുപോയൊരു പേരുണ്ടാവില്ല കിരൺ. അതെ, അതുതന്നെയാണ്. മമ്മൂട്ടിയുടെ പേര് പലതവണ പത്മഭൂഷൺ ലിസ്റ്റിലേക്ക് വന്ന പേര് ആയിരുന്നു. പലപ്പോഴും മമ്മൂട്ടിക്ക് ഇക്കുറി ലഭിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. കേരളം തന്നെ പലതവണ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ മമ്മൂട്ടിക്ക് വൈകിയാണെങ്കിലും മമ്മൂട്ടിക്ക് ഇപ്പോൾ ആ ബഹുമതി ലഭ്യമായിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, സിനിമയെ സംബന്ധിച്ച് വലിയ അഭിമാനം തന്നെയാണ്. മമ്മൂട്ടിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നടന്, ഇന്ത്യ ആകെ അറിയപ്പെടുന്ന, മലയാളത്തിൻ്റെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ മമ്മൂട്ടിയെ പോലെ ഒരു നടന് ഇങ്ങനെ ഒരു പുരസ്കാരം രാജ്യം തന്നെ നൽകുന്നത്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം തന്നെ അദ്ദേഹത്തിന്, പുരസ്കാരങ്ങളിലൊന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പട്ടികയെ പരിശോധിച്ചാൽ കേരളത്തെ സംബന്ധിച്ചാണ് അഭിമാനത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിന് പ്രത്യേക പരിഗണന എന്ന് പോലും പറയത്തക്ക രീതിയിലേക്ക് വലിയ പരിഗണനയാണ് പത്മവിഭൂഷൺ ലിസ്റ്റിൽ കേരളത്തിന് ലഭ്യമായിരിക്കുന്നത്. ജസ്റ്റിസ് KT തോമസിന്, VS അച്യുതാനന്ദന്, അതോടൊപ്പം തന്നെ P നാരായണൻ, അങ്ങനെ 3 പേർക്കാണ് കേരളത്തിൽ അങ്ങനെ ഈ ഒരു പത്മവിഭൂഷൺ അവാർഡ് ലഭ്യമായിരിക്കുന്നത്. രാജ്യം നൽകുന്ന പരമോന്നതമായ ഈ ബഹുമതിയിൽ കേരളത്തിൽ നിന്ന് മലയാളികളായ 3 പേർ അർഹരായിരിക്കുന്നു എന്നത് ഏതു മലയാളിക്കും, ലോകത്തെവിടെയുള്ള മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് BJP കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ പത്മവിഭൂഷൺ പോലെ ഒരു പരമോന്നതമായ ബഹുമതി ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആ തരത്തിൽ കൂടി ഒരു പ്രത്യേക ആദരം VS അച്യുതാനന്ദന് നൽകിയിരിക്കുന്നു. മറ്റൊന്ന് KT തോമസിനാണ് കേരളത്തിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് P നാരായണനാണ്, എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനും ഒക്കെയായ P നാരായണനാണ് അങ്ങനെ ഒരു ബഹുമതി നൽകിയിരിക്കുന്നത്. പത്മശ്രീ ലിസ്റ്റിൽ പക്ഷേ അത്രത്തോളം ആളുകളില്ല എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതി 5 പേർക്ക് നൽകുമ്പോൾ അതിൽ 3 പേരും കേരളത്തിൻ്റെ പ്രതിനിധികളാണ് എന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഈ പേരുകളൊക്കെയും ഇതിൽ VS അച്യുതാനന്ദൻ്റെ പേരും മമ്മൂട്ടിയുടെ പേരും പല കുറി നമ്മൾ പത്മവിഭൂഷൺ ലിസ്റ്റിലേക്ക് പറഞ്ഞു കേട്ടതാണ്. കേരളമടക്കം പലതവണ നിർദ്ദേശിച്ച പേരാണ്. പക്ഷേ ആ പേരിന് ഒടുവിൽ ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. 2026 ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ പരമോന്നത പത്മ പുരസ്കാരത്തിൽ മലയാളത്തിന് തലയുയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കാം. ഏതു മലയാളിക്കും അഭിമാനത്തോടു കൂടി തന്നെ നിൽക്കാം. മലയാളത്തിൻ്റെ സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തം VS അച്യുതാനന്ദൻ പത്മവിഭൂഷൺ നേടി അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്നൊരു വലിയ ആദരവാണ്. മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ, മലയാളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. എഴുത്തുകാരൻ കൂടിയായ P നാരായണന് അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. കേരളത്തിനും മലയാളിക്കുമെല്ലാം അഭിമാനിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ നേട്ടമാണ്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിലാണിപ്പോൾ, അങ്ങനെ ഒരു പൊതു ചടങ്ങിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പുരസ്കാര പ്രഖ്യാപനം വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മമ്മൂട്ടി ആ സംസ്ഥാന സർക്കാരിൻ്റെ സിനിമാ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലൊന്ന് മമ്മൂട്ടി എന്ന മഹാനടനെ തേടിയെത്തിയിരിക്കുന്നത്. ഇതിൽ വലിയൊരു രാഷ്ട്രീയം കൂടി കാണുന്നത് കേരളത്തിൽ VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിന് പത്മവിഭൂഷൺ നൽകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. പത്മഭൂഷൺ ബഹുമതിക്ക് വെള്ളാപ്പള്ളി നടേശൻ കൂടി അർഹനാവുന്നു. വെള്ളാപ്പള്ളി നടേശന് കൂടി പത്മഭൂഷൺ ബഹുമതിക്ക് അദ്ദേഹം കൂടി അർഹനാവുന്നുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. 5 പേർക്കാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്, 13 പേർക്കാണ് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്, 113 പേർക്കാണ് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിരൺ, ആ പട്ടികയിൽ വളരെ കൗതുകകരമായൊരു പേരുണ്ട്. ഏറ്റവും അവസാനത്തെ പേരിന് തൊട്ടു മുൻപ് ശ്രീ വ്ളാഡിമിർ മെസ്വിരിഷ്വിലി, ലാഡോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുസ്തി താരങ്ങളെ പരിശീലിപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജിയ എന്ന് കാണിച്ചുകൊണ്ട് ആ പട്ടികയിലുള്ളത്. ഇന്ത്യൻ ഗുസ്തി രംഗത്തിന് ഉണർവ് പകർന്ന് ഇന്ത്യൻ ടീമിനെ 2
പതിറ്റാണ്ടോളം പരിശീലിപ്പിച്ച ജോർജിയൻ കോച്ചിന് ആദരസൂചകമായി 2025 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് ആദരസൂചകമായി പത്മശ്രീ പുരസ്കാരം നൽകിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തിന് പുറത്തേക്ക് അങ്ങനെ പുരസ്കാരം കൊടുക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തവണ ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഉണർവിന് തന്നെ കാരണമായ ഒരു സമയത്ത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്ന പേര് അദ്ദേഹം പരിശീലിപ്പിച്ചു. അദ്ദേഹം ലാഡോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ലാഡോ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് മെഡൽ വിന്നേഴ്സായ യോഗേശ്വർ ദത്തിനെയും ബജ്രംഗ് പുനിയയെയും പരിശീലിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് 2025 ജൂണിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായി ഈ പുരസ്കാരം നൽകിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മശ്രീ പട്ടികയിലാകെ 2 പേരുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെതായി. പക്ഷേ ഒന്ന് കലാമണ്ഡലം വിമല മേനോനാണ്. മലയാളത്തിൻ്റെ അഭിമാനമായി എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പേരാണ് കലാമണ്ഡലം. നൃത്തരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പേരാണ് കലാമണ്ഡലം വിമല മേനോൻ. പക്ഷേ മറ്റൊരു പേര് നമുക്കധികം പരിചയമില്ലാത്തൊരു പേരായിരുന്നു. ആ പേര് ആരാണ് എന്നത് അറിയാൻ ഏവരും നോക്കുന്നുണ്ടായിരുന്നു. അത് മുതുകുളത്തെ മുത്തശ്ശിയായ ദേവകി അമ്മയാണ്. ദേവകി അമ്മയ്ക്ക് ഇത്രയും പ്രായത്തിൽ 91 വയസ്സിലാണ് അവർക്ക് ഈ പുരസ്കാരം എത്തിയിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ആലപ്പുഴ സ്വദേശിയായ കൊല്ലക്കയിൽ ദേവകി അമ്മ ഈ ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. 91 വയസ്സിലും അവർ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്നു. അവരെ തേടിയാണ് അൺസങ് ഹീറോസ്, ആഘോഷിക്കപ്പെടാത്ത താരങ്ങൾ അല്ലെങ്കിൽ ഹീറോ എന്ന വിഭാഗത്തിൽ ഈ പുരസ്കാരം തേടിയെത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ഗ്രാമത്തിൽ 5 ഏക്കറിൽ പരന്നു കിടക്കുന്ന ദേവകി അമ്മയുടെ തപോവനം, പച്ചപ്പും മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെയുള്ള ഒരു വനം തന്നെ സൃഷ്ടിച്ചെടുത്ത പ്രകൃതി സ്നേഹിയായ ദേവകി അമ്മയെ തേടിയാണ് 91 വയസ്സിൽ പത്മശ്രീ പുരസ്കാരം എത്തിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് ഒരു 3000-ലധികം മരങ്ങൾ ആ സ്ഥലത്ത് അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു വനം തന്നെയായി മാറിയിരിക്കുന്നു. അങ്ങനെ മലയാളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന മറ്റൊരു പത്മശ്രീ ആ അൺസങ് ഷീറോയ്ക്കാണ് എന്നുകൂടി ഇതിൻ്റെ കൂടി ചേർത്ത് പറയാം. എന്തായാലും സാധാരണ എപ്പോഴും കിരൺ രാഷ്ട്രീയമായൊക്കെയാണ് ഈ പട്ടികകളെയൊക്കെ വിലയിരുത്താറ്. അങ്ങനെ രാഷ്ട്രീയമായി ഈ പട്ടികയെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം തെരഞ്ഞെടുപ്പിന് മുൻപ് വരുന്ന ഒരു പത്മ പുരസ്കാര പട്ടിക എന്ന് വേണമെങ്കിൽ കൂട്ടി പറയാമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. ഇതിൽ രാഷ്ട്രീയമായി ഏറ്റവും വലിയ കൗതുകമുള്ളത് VS അച്യുതാനന്ദനെ പോലെ CPM-ന്റെ നേതാവ്, ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആശയങ്ങളോടും സംഘപരിവാർ ആശയങ്ങളോടും സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയ ആ തരത്തിൽ കൂടി വലിയ പ്രാധാന്യമുള്ള ഒരു നേതാവിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. അതോടൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ, SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ബഹുമതി കൂടി നൽകുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാവിനെ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി NDAയുടെ BDJS NDAയുടെ ഭാഗമായ പാർട്ടിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശന് ഇന്ന് പത്മഭൂഷൺ ലഭിക്കുമ്പോൾ അതിനും രാഷ്ട്രീയമായ ഏറെ പ്രാധാന്യമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഷിബു സോറന് പത്മ അവാർഡ് നൽകി BJP ആദരിക്കുമ്പോൾ അവിടെയും ചില രാഷ്ട്രീയ ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലെ ചില മാനങ്ങൾ കൂടി അതിൽ കാണേണ്ടി വരും. സ്വാഭാവികമായും BJP അവിടെ JMM-ഉമായിട്ടുള്ള അടുക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഇതിൽ കാണാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് രാജ്യത്തിൻ്റെ പത്മ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ അവാർഡിൽ രാജ്യത്ത് 5 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 3 പേരും കേരളത്തിൻ്റെ പ്രതിനിധികളാണ്, അതിൽ 3 പേരും മലയാളികളാണ് എന്നത് വളരെ അഭിമാനം നൽകുന്ന, ഏതു മലയാളിക്കും അഭിമാനം നൽകുന്ന, കേരളത്തിന് എക്കാലവും അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. രാജ്യത്ത് ഇതുവരെ നൽകിയ പത്മവിഭൂഷണിൻ്റെ കണക്കുകൾ നമ്മൾ പെട്ടെന്ന് പരിശോധിച്ചിട്ടില്ല എങ്കിൽ പോലും ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കേരളത്തിന് പത്മവിഭൂഷൺ പട്ടികയിൽ ഒരുമിച്ച് ഒരു ശതമാനം നോക്കിയാൽ അത്രത്തോളം പ്രാധാന്യം കിട്ടിയ ഒരു വർഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കണക്ക് വിശദമായി നോക്കിയിട്ടില്ല എന്നത് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നമ്മുടെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. 5 അവാർഡുകൾ പത്മവിഭൂഷൺ രാജ്യത്തെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കായി നൽകി അവരെ രാജ്യം
രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദരവ് നൽകുമ്പോൾ അതിൽ 3 പേരും കേരളത്തിൽ നിന്നാണ് എന്നുള്ളത്, അതിൽ 3 പേരും മലയാളികളാണ് എന്നത് ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിന് ആ തരത്തിലേക്ക് അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതികളെല്ലാം പരിഹരിക്കത്തക്ക തരത്തിലേക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായ 2 പേർക്ക്, ഏറ്റവും പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിന് ഈ കേന്ദ്ര സർക്കാർ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ബഹുമതി നൽകി ആദരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ കൗതുകം വളരെ വലുതാണ് എന്നതുകൂടി പറയേണ്ടി വരും. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിലും അത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ കൗതുകം അല്ലെങ്കിൽ രാഷ്ട്രീയ മാനങ്ങളൊക്കെ കാണാൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ പത്മവിഭൂഷൺ ലിസ്റ്റിലേക്ക് ഇത്രയേറെ മലയാളികൾ കടന്നു വരുന്നത്. സാധാരണ പത്മശ്രീ ലിസ്റ്റിലാണ് കേരളത്തിന് കൂടുതൽ അവസരം ലഭിക്കുന്നതും മലയാളികൾ കൂടുതൽ പേർ കടന്നു വരികയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പത്മഭൂഷൺ ലിസ്റ്റിലേക്കും പത്മവിഭൂഷൺ ലിസ്റ്റിലേക്കുമൊക്കെ കൂടുതൽ മലയാളികൾ വരുന്നു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ നൽകുന്നതാണ്. പത്മശ്രീ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ശ്രീ AE മുത്തുനായകമുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനയുടെ പുറത്താണ് AE മുത്തുനായകത്തിന് പത്മശ്രീ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. പത്മശ്രീ ലിസ്റ്റിലും അങ്ങനെയൊക്കെ മലയാളികൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. പത്മഭൂഷൺ ലിസ്റ്റ് 18 പേരുള്ള പത്മഭൂഷൺ ലിസ്റ്റാണ്. ആ 18 പേരിലും 2 പേർ മലയാളികളാണ്. സ്വാഭാവികമായും അവിടെയും പത്മവിഭൂഷൺ ലിസ്റ്റിൽ എന്നതുപോലെ പത്മഭൂഷൺ ലിസ്റ്റിലും മലയാളത്തിന് അങ്ങനെ ഒരു അഭിമാനം കൂടുതൽ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ പരിഗണന എന്നതടക്കം പറയേണ്ടി വരും. മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഇങ്ങനെ ഒന്നിലേറെ പേർക്ക് പത്മഭൂഷൺ ലിസ്റ്റിൽ വന്നിട്ടില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് അൽക്ക യാനിക്കിനാണ് കലാരംഗത്തെ മികവിന് പത്മഭൂഷൺ ബഹുമതി നൽകുന്നത്. ഭഗത് സിംഗ് കോഷിയാരിക്കാണ്, ഉത്തരാഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ഭഗത് സിംഗ് കോഷിയാരിക്കാണ് പൊതുപ്രവർത്തനത്തിൻ്റെ മികവിനായി പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് രാമസ്വാമി പളനിസ്വാമിക്കാണ്, അദ്ദേഹത്തിന് വൈദ്യശാസ്ത്ര രംഗത്ത് നൽകിയ മികവിനാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ 2 പേർ, 18-ൽ 2 പേർ മലയാളികളാണ് എന്നത്, കലാരംഗത്ത് മമ്മൂട്ടിയെ പോലെ ഒരാളിന് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിനാകെ വലിയ അഭിമാനം നൽകുന്ന ഒന്നാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളത്തിലെ ഒരു പ്രമുഖ സംഘടനയുടെ SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, SN ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരിക്കുന്ന, കേരള പൊതുരംഗത്ത് കഴിഞ്ഞ 6-7 പതിറ്റാണ്ട് കാലമായി സജീവമായി തന്നെ നിൽക്കുന്ന ഒരാൾക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ അതും കേരളത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിൽ വേണമെങ്കിൽ ഈ തരത്തിൽ പറയുന്ന രാഷ്ട്രീയ മാനങ്ങളും രാഷ്ട്രീയ വശങ്ങളും ഒക്കെ വേണമെങ്കിൽ അതിൽ കാണാൻ കൂടി കഴിയും. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളിന് കേരളത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായി ഉള്ള ഈ പത്മ പുരസ്കാര പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് കടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നോറി ദത്ത മെഡിസിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യക്കാരനായ ആളുകൾ, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ പത്മ പട്ടികയിലേക്ക് അവരെയൊക്കെ പീയൂഷ് പാണ്ഡെയ്ക്കും കലാരംഗത്തെ മികവിന് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാമനിർദ്ദേശമാണ്. അദ്ദേഹത്തിനും പത്മഭൂഷൺ ബഹുമതിയുണ്ട്. SKM മലനാരത്തിനും തമിഴ്നാട്ടിൽ നിന്നാണ്, അദ്ദേഹത്തിനും പത്മഭൂഷൺ ബഹുമതി ഉണ്ട്. ഷിബു സോറന് പൊതുരംഗത്തെ പ്രവർത്തനത്തിന് വേണ്ടി ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ JMM നേതാവ് കൂടിയായ ഷിബു സോറന് അങ്ങനെ ഒരു ബഹുമതി നൽകി ആദരിക്കുമ്പോൾ ആ സംസ്ഥാനത്തിനുള്ള, ജാർഖണ്ഡിനുള്ള, പ്രത്യേകിച്ച് ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കുള്ള JMM-നുള്ള ഒരു അംഗീകാരം ആ തരത്തിൽ കൂടി അതിനെ കാണേണ്ടി വരും. രാജ്യത്തെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു, എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഷിബു സോറൻ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. ഉദയ് കോട്ടക്കിനാണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, വ്യവസായ രംഗത്തെ മികവിന് വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നും അദ്ദേഹത്തിനും പത്മഭൂഷൺ നൽകി ആദരിക്കുന്നുണ്ട്. VK മൽഹോത്രയ്ക്ക്, BJP നേതാവുമൊക്കെ VK മൽഹോത്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്പോർട്സിൽ വിജയ് അമൃതരാജിന് നിർദ്ദേശം വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നതെങ്കിലും വിജയ് അമൃതരാജ് ഒരു കാലത്ത് ഇന്ത്യൻ ടെന്നീസിൻ്റെ പ്രധാനപ്പെട്ട താരമായിരുന്ന, ഇന്ത്യൻ ടെന്നീസിന് നിർണായകമായ സംഭാവനകൾ നൽകിയ വിജയ് അമൃതരാജിന് പത്മഭൂഷൺ ബഹുമതി നൽകിയിരിക്കുന്നു. ഇതിലെല്ലാം മലയാളികളെ സംബന്ധിച്ച് എടുത്തു പറയാൻ കഴിയുന്നത് 5 പത്മവിഭൂഷൺ പുരസ്കാരം രാജ്യത്താകമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 പേർക്ക് രാജ്യം നൽകുമ്പോൾ അതിൽ 3 പേരും മലയാളികളാണ്, 3 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. 18 പേർക്ക്
പത്മഭൂഷൺ ബഹുമതി നൽകുമ്പോൾ അതിൽ 2 പേരും കേരളത്തിലാണ്. 18 പേർക്കിൽ 2 പേരെന്ന് പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാതിനിധ്യം തന്നെയാണ്. പത്മശ്രീ 103 പേർക്കാണ് പത്മശ്രീ ഉള്ളത്. അതിലാണ് കേരളത്തിൽ നിന്ന് 3 പേർക്ക് പത്മശ്രീ ബഹുമതി ഉള്ളത്. എന്തായാലും മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന, സന്തോഷിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. വലിയ രാഷ്ട്രീയ മാനങ്ങളും രാഷ്ട്രീയ കൗതുകവും ഒക്കെയുള്ള ഒരു പട്ടിക കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ ആശയധാരയുടെ കടുത്ത വിമർശകനും അതിൻ്റെ കടുത്ത എതിരാളിയും പോരാളിയും ഒക്കെ ആയിരുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി ഈ പത്മവിഭൂഷൺ പോലെ രാജ്യത്തെ പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നൽകി രാജ്യം ആദരിക്കുമ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ കൗതുകം കൂടി എന്തായാലും ആ വിഷയത്തിലുണ്ട്. മറ്റൊന്ന്, ഈ പത്മഭൂഷൺ ബഹുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടിയുടെ പേര് പലതവണ പറഞ്ഞു കേട്ട പേരാണ്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ എത്രയെങ്കിലും തവണ മലയാളി പ്രതീക്ഷിച്ചതാണ്. ഇത്തവണത്തെ പട്ടികയിൽ അദ്ദേഹത്തിന് മുൻപ് പത്മശ്രീ അവാർഡ് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. അതിനുശേഷം ഒരു പത്മഭൂഷൺ അവാർഡിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റേത് അങ്ങനെയല്ല. വെള്ളാപ്പള്ളി നടേശനത് അപ്രതീക്ഷിതമായ ഒരു പേരാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിരിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടും വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS NDAയുടെ ഭാഗമാണ് എന്നുള്ളതുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും ആ തരത്തിലേക്കൊക്കെ വലിയ രാഷ്ട്രീയ കൗതുകവും രാഷ്ട്രീയ മാനങ്ങളുമൊക്കെ ഉള്ള ഒരു പട്ടിക കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കിരണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് നടൻ മമ്മൂട്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രാജ്യത്തെ ഏറ്റവും ഉന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മഭൂഷൺ അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഏറ്റവും കൗതുകകരമായി കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആശയങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള കേരളത്തിൻ്റെ സ്വന്തം VSന് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ പുരസ്കാരം ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ കൂടി ഈ രാജ്യത്തെ ഉന്നത പുരസ്കാരങ്ങളിലൊന്ന് ഏറ്റുവാങ്ങുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് മടങ്ങിയെത്താം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഈ പട്ടികയിൽ ഒരു പേര് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊന്നും അധികം കേട്ടിട്ടില്ലാത്തൊരു പേരായിരുന്നു ആലപ്പുഴ സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തക കൊല്ലയ്ക്കൽ ദേവകി അമ്മയുടേത്. ദേവകി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വനം സൃഷ്ടിച്ച ദേവകി അമ്മ വനത്തിൽ ഇപ്പോൾ 3000-ലധികം ഔഷധ സസ്യങ്ങളും വൻമരങ്ങളുമൊക്കെ പരിപാലിക്കുന്നു. പത്മ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്നായിരുന്നു ദേവകി അമ്മയുടെ പ്രതികരണം. അപ്പോൾ അങ്ങനെ ഇങ്ങിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ ഞാൻ ചെറുതായിട്ട് ചെടി വെക്കാൻ തുടങ്ങി. കാടാവണമെന്ന് ഉദ്ദേശിച്ചില്ല. എങ്കിലും ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കാടില്ലാത്തതിന് കൈ നട്ട് നനച്ച് വളർത്തിയ ഒരു കാടുണ്ടായി. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ മാതാവായ ഭൂമിദേവിയെ സേവിച്ചതിന്റെ പ്രതിഫലം അമ്മ തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിന്റെ ബഹുമതിയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അൺസങ് ഹീറോസ് വിഭാഗത്തിൽ 45 പേർക്കാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം. കുറുമ്പ ഗോത്ര വിഭാഗത്തിലെ ചിത്രകാരനായ നീലഗിരി സ്വദേശി R കൃഷ്ണനും മരണാനന്തര ബഹുമതിയായി പത്മശ്രീ പുരസ്കാരമുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് മടങ്ങിയെത്താൻ ഇടവേളയ്ക്ക് ശേഷം. ഇറാനിലെ തെരുവുകളിൽ അടുത്തിടെ ആഞ്ഞടിച്ച പ്രതിഷേധങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ലോകം ഭീതിയോടെയാണ് ആ കണക്കുകളെ നോക്കിക്കാണുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി മാറിയ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ടെഹ്റാൻ ഭരണകൂടം തന്നെ ചില ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ കണക്കുകൾ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെയും ആ പോരാട്ടത്തെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഭരണകൂട തന്ത്രത്തിൻ്റെയും നേർചിത്രമാണ്. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ അശാന്തിയുടെ ഈ കാലയളവിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ മാനങ്ങൾ കൈവരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് സാമ്പത്തിക പരാധീനതകളിൽ നിന്നാണെങ്കിലും അത് വളരെ വേഗത്തിൽ രാഷ്ട്രീയ മാറ്റത്തിനും ഭരണകൂട വിരുദ്ധ വിപ്ലവത്തിനുമുള്ള മുറവിളിയായി പരിണമിക്കുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് ടെലിവിഷൻ ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3117 പേരാണ് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായ AFPയും റോയിട്ടേഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഈ കണക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം ഭരണകൂടം ഈ മരണങ്ങളെ തരംതിരിച്ചിരിക്കുന്ന രീതിയാണ്. കൊല്ലപ്പെട്ടവരിൽ 2427 പേരെ രക്തസാക്ഷികൾ അഥവാ നിരപരാധികളായ ഇരകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഈ തരംതിരിക്കൽ ശ്രദ്ധേയമാകുന്നത് അത് പ്രതിഷേധക്കാരെ 2 തട്ടുകളിലാക്കുന്നു എന്നതിനാലാണ്. ഒരു വിഭാഗം ഭരണകൂടത്തിന്റെ ദൃഷ്ടിയിൽ നിരപരാധികളായി കൊല്ലപ്പെട്ടവരാകുമ്പോൾ ബാക്കിയുള്ളവർ TM ജേക്കബിന്റെ മകൾ രാഷ്ട്രീയത്തിലേക്ക്. ജേക്കബിന്റെ മകൾ അമ്പിളി ജേക്കബ് UDF സ്ഥാനാർത്ഥിയായേക്കും. അമ്പിളി ജേക്കബിനെ കോതമംഗലത്ത് മത്സരിപ്പിക്കാനാണ് ആലോചന. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അമ്പിളിയുമായി ചർച്ച നടത്തിയതാണ് സൂചന. സഹോദരൻ അനൂപ് ജേക്കബ് MLAയുടെ നിലപാടും ഇക്കാര്യത്തിൽ വ്യക്തമാവേണ്ടതുണ്ട്. കേരള കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയം അത്ര പുതുമയുള്ള കാര്യമല്ല. KM മാണിയുടെ മകൻ ജോസ് കെ മാണിയും PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫും ബാലകൃഷ്ണയുടെ മകൻ ഗണേഷ് കുമാറും TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബും ഒക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മകൾ, അതും കേരള കോൺഗ്രസ് നേതാവിൻ്റെ ഒരു മകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. അമ്പിളി ജേക്കബിനെ കോതമംഗലത്താണ് UDF പരിഗണിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് അനൂപ് ജേക്കബ് നിലവിൽ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ നേതാവാണ്. TM ജേക്കബിൻ്റെ പിൻഗാമിയാണ്. പിറവത്തെ MLA ആണ്. അനൂപിൻ്റെ സഹോദരിയാണ് കോതമംഗലത്ത് UDF പരിഗണിക്കുന്നത്. ഒരു കാലത്ത് UDFിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു കോതമംഗലം. അതായത് 1980 മുതൽ തുടർച്ചയായി 3 തവണ TM ജേക്കബ് കോതമംഗലത്തെ പ്രതിനിധീകരിച്ച് MLA ആയിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം 91 മുതലാണ് TM ജേക്കബ് പിറവത്തേക്ക് മാറുന്നത്. അതായത് കോതമംഗലവുമായി വലിയ ആത്മബന്ധം TM ജേക്കബിനുണ്ട്. TM ജേക്കബിൻ്റെ രാഷ്ട്രീയ തട്ടകമായിരുന്നു കോതമംഗലം. മാത്രമല്ല യാക്കോബായ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ്. കോതമംഗലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ UDFന് വലിയ മേൽക്കൈയുള്ള മണ്ഡലം. പക്ഷേ കഴിഞ്ഞ തുടർച്ചയായി 2 തവണ UDFന് ആ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് TM ജേക്കബിൻ്റെ മകൾ അമ്പിളി ജേക്കബിനെ UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവിടെ പരിഗണിക്കുന്ന. അമ്പിളിയുമായി അനൗദ്യോഗികമായ ചർച്ചകൾ കേരള കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. UDF കോൺഗ്രസ് നേതാക്കൾക്കും അമ്പിളി അവിടെ പരിഗണിക്കുന്നതിനോട് താല്പര്യമാണ്. കാരണം യാക്കോബായ സഭയുമായി വലിയ ബന്ധമുള്ളൊരു കുടുംബമാണ്. TM ജേക്കബിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. മാത്രമല്ല ആ മണ്ഡലത്തിൽ TM ജേക്കബ് അവിടെ MLA ആയിരുന്ന സമയത്തൊക്കെയുള്ള ആ ബന്ധം, അങ്ങനെ പല അനുകൂല ഘടകങ്ങളും അമ്പിളി അവിടെ എത്തിയാൽ അത് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. നിലവിൽ ആന്റണി ജോണാണ് കോതമംഗലത്തിൻ്റെ MLA, CPM പ്രതിനിധിയാണ്. അവിടെ നിന്നും ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കുക, അതും ഒരു വനിതാ പ്രതിനിധി അവതരിപ്പിക്കുക എന്ന ഒരു നീക്കത്തോടു കൂടിയാണ് UDF അത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. പക്ഷെ മറുവശത്ത് എന്തുകൊണ്ടാണ് അനൂപ് ജേക്കബിൻ്റെ പാർട്ടിയിൽ അമ്പിളി മത്സരിക്കാത്തെന്നൊരു ചോദ്യം സ്വാഭാവികമായി വരാം. കാരണം അനൂപ് ജേക്കബിന് UDF ഒരു സീറ്റ് മാത്രമാണ് നൽകുന്നത്, അതും പിറവമാണ്. TM ജേക്കബിൻ്റെ ഒരു പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട്, അതായത് TM ജേക്കബിൻ്റെ മരണശേഷമാണ് അനൂപ് ജേക്കബ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. അന്ന് അമ്പിളിയുടെ പേരും പിറവത്ത് ഉയർന്നു കേട്ടാണ്. പക്ഷേ ഒടുവിൽ കുടുംബം തീരുമാനിച്ചത് അനൂപ് ജേക്കബിനെ അവിടെ പിറവത്ത് സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു. സ്വാഭാവികമായും പിറവത്ത്, അതായത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്. ക്രൈസ്തവ സഭകൾക്ക്, പ്രത്യേകിച്ചും യാക്കോബായ സഭയ്ക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് പിറവും കോതമംഗലവും. ഈ രണ്ടിടത്തും സഹോദരങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. പക്ഷേ എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് UDF കടന്നിട്ടുണ്ട്. പക്ഷെ പല പേരുകളുമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച ഷിബു തെക്കുംപുറം, അതോടൊപ്പം PJ ജോസഫ് തൊടുപുഴയിലാണെങ്കിൽ PJ ജോസഫിൻ്റെ മകനെ അബു ജോൺ ജോസഫ് കോതമംഗലത്ത് മത്സരിക്കണം എന്നൊരു അഭിപ്രായം കേരള കോൺഗ്രസിലുണ്ട്. അതിനിടെയാണ് അമ്പിളി ജേക്കബിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളും ചർച്ചകളും ഉയർന്നു വരുന്നത്. സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗൃഹസന്ദർശന പരിപാടിയിൽ ഇത് ബോധ്യപ്പെട്ടെന്നാണ് വിശദീകരണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തെറ്റ് ജനങ്ങൾ തിരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. എല്ലാ കള്ളക്കഥകളെയും തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടതിന്റെ പ്രാധാന്യം ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളോട് തുറന്ന് സംവേദിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്
പിന്തുണയുമായി മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ എങ്ങനെ മലപ്പുറത്തെയും ഇസ്ലാമിനെയും അധിക്ഷേപിച്ചതാകുമെന്നാണ് ചോദ്യം. അതേസമയം വെള്ളാപ്പള്ളിയുടെ ചില പ്രസ്താവനകൾ യോജിക്കാനാകുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് വെള്ളപൂശാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നതാണ്. അതേസമയത്ത് അയാൾ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയും. അതിപ്പോൾ നമുക്കിഷ്ടമുള്ളത് അയാൾ പറയണം എന്ന് നിർബന്ധിക്കാൻ പറ്റുന്നതല്ല. നിരന്തരം മലപ്പുറത്തെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്നു വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി മുഖ്യമന്ത്രി നടത്തുന്നു. മലപ്പുറത്തെ എല്ലാം ആക്ഷേപിച്ചു, മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത്. മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞാൽ അപ്പ ഇസ്ലാമിനെ പറ്റിയാണെന്നും പറയും, മലപ്പുറത്തിനെ പറ്റി. അത് രണ്ടും ആ രീതിയിലാണ് അവരതിനെ നേരിടുക. AK ബാലനെയും സജി ചെറിയാനെയും തള്ളി പാലോളി മുഹമ്മദ് കുട്ടി. ഇരുവരെയും പാർട്ടി തിരുത്തും. ജമാഅത്തെ ഇസ്ലാമി നിരുപാധിക പിന്തുണ CPMന് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ CPMന്റെ പിന്തുണ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ്. അതിനൊന്നും ഒരടിസ്ഥാനമില്ല. അത്തരത്തിലുള്ള പ്രസ്താവനകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ് സാർ. അതെ അതെ. പക്ഷെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഒന്നും അതിനെ തള്ളി പറഞ്ഞില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ രണ്ടാമത്. ഇത് സജി ചെറിയാൻ ഉൾപ്പെടെ അതെ, സജി ചെറിയാന്റെ പ്രസ്താവനയും പാർട്ടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പാർട്ടിയല്ലേ. ഒരു ഘട്ടം കടന്ന് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനൊക്കെ പരാമർശം നടത്തും. പാടില്ലാത്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവും. പാർട്ടി തിരുത്തുന്നുണ്ടാവും. തിരുത്തും, തീർച്ചയായിട്ടും. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി മന്ത്രി അബ്ദുറഹ്മാൻ. ആതുര സേവനവുമായി ബന്ധപ്പെട്ട ചടങ്ങ് എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നാണ് മന്ത്രി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി നിലപാടുകളെ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല, ഇപ്പോഴും ശക്തമായി എതിർക്കുന്നുവെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ്, അതായത് കേരളത്തിൽ നമ്മുടെ തിരൂരിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമി ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിയല്ല, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയല്ല. ഞാൻ അവിടെ പോയി പറഞ്ഞതെന്താ, ഞാൻ അത്തരത്തിലൊരു സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു യോഗമായിരുന്നിട്ട് കൂടി ഞാൻ എൻ്റെ ആശയം അവിടെ പറഞ്ഞു. കാരണം രാജ്യം അനുഭവിക്കുന്ന നിലവിലുള്ള ഭൂരിപക്ഷ വർഗീയത എന്നുള്ളൊരു നമ്മൾ വായിക്കുന്ന ഒരു സംവിധാനത്തിന് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിനെ എതിർക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ നടത്തിയത്. തെറ്റൊന്നുമില്ല. അത്തരത്തിൽ യോഗത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി അനുകൂലിക്കാനൊന്നുമല്ലല്ലോ ഞാൻ പോയത്. അത് സാധാരണക്കാരന് കിട്ടേണ്ട ഏതെങ്കിലും സഹായങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അത് പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലാവുമ്പോൾ അവിടെ ഏതെങ്കിലും പാവങ്ങൾക്ക് അത്തരത്തിലൊരു സഹായം കിട്ടുമ്പോൾ ഞാനായിട്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. S. രാജേന്ദ്രനെതിരെ കൊലവിളി പ്രസംഗവുമായി MM മണി. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ താനായാലും തല്ലിക്കൊല്ലണമെന്നും രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമെന്നും CPM നേതാവ് പറഞ്ഞു. പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും സഖാക്കൾ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു മണിയുടെ ആഹ്വാനം. അങ്ങനെ ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. തമാശല്ല. ഞങ്ങൾ നേരിട്ടോണ്ടിരിക്കുകയല്ലോ. പാടം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പോവാ, കാട് വിടും. ഇതിനായി മഴ പോകണമെന്നുള്ള ഉറപ്പാണ്. അത് ഇവിടുത്തെ കാക്കൾ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ ഇപ്പോ എവിടെയാണ് BJPയുടെ ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതിൽ എവിടെ പോയി തുടങ്ങിയാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ, RSS പോയി കൂടുവോ, അതിനപ്പുറം വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ, അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചെന്ന് ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ മടുത്ത കാര്യങ്ങളെല്ലാം ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകന്റെ കൊള്ളി പുറത്താണ്. പിന്നെന്താ
അത് തന്നെ. NSSനെ അനുനയിപ്പിക്കാൻ BJP. പെരുന്നയിലെത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി PS ശ്രീധരൻപിള്ള ചർച്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല, താൻ ആരോടും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. NSS SNDP ഐക്യത്തിൽ കാര്യങ്ങൾ തീരുമാനമായ ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവേള. ഇറാനിലെ തെരുവുകളിൽ അടുത്തിടെ ആഞ്ഞടിച്ച പ്രതിഷേധങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ലോകം ഭീതിയോടെയാണ് ആ കണക്കുകളെ നോക്കിക്കാണുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി മാറിയ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ടെഹ്റാൻ ഭരണകൂടം തന്നെ ചില ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ കണക്കുകൾ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെയും ആ പോരാട്ടത്തെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഭരണകൂട തന്ത്രത്തിൻ്റെയും നേർചിത്രമാണ്. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ അശാന്തിയുടെ ഈ കാലയളവിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ മാനങ്ങൾ കൈവരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് സാമ്പത്തിക പരാധീനതകളിൽ നിന്നാണെങ്കിലും അത് വളരെ വേഗത്തിൽ രാഷ്ട്രീയ മാറ്റത്തിനും ഭരണകൂട വിരുദ്ധ വിപ്ലവത്തിനുമുള്ള മുറവിളിയായി പരിണമിക്കുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് ടെലിവിഷൻ ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3117 പേരാണ് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായ AFPയും റോയിട്ടേഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കണക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം ഭരണകൂടം ഈ മരണങ്ങളെ തരംതിരിച്ചിരിക്കുന്ന രീതിയാണ്. കൊല്ലപ്പെട്ടവരിൽ 2427 പേരെ രക്തസാക്ഷികൾ അഥവാ നിരപരാധികളായ ഇരകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഈ തരംതിരിക്കൽ ശ്രദ്ധേയമാകുന്നത് അത് പ്രതിഷേധക്കാരെ 2 തട്ടുകളിലാക്കുന്നു എന്നതിനാലാണ്. ശ്വാസതടസ്സമുള്ള രോഗിയെ എത്തിച്ചപ്പോൾ ആശുപത്രിയുടെ പ്രവേശന കവാടം പൂട്ടി ജീവനക്കാർ ഉറങ്ങി. വെളുപ്പിൽശാല കൊല്ലങ്കോണം സ്വദേശി ബിസ്മീർ മരിച്ചത് ചികിത്സ വൈകിയത് മൂലമെന്ന് നേരത്തെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെളുപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെതിരെയാണ് ഗുരുതരമായ ആരോപണം. 19-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മീറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കവാടം പൂട്ടി ജീവനക്കാർ ഉറങ്ങിയതുമൂലം ചികിത്സ വൈകുകയും രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സംഭവത്തെക്കുറിച്ച് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. അഞ്ച് തവണ പിഴ ലഭിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന പ്രചാരണം തള്ളി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേന്ദ്രം കൊണ്ടുവന്ന ട്രാഫിക് നിയമത്തിലെ പുതിയ പരിഷ്കാരങ്ങളിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കേന്ദ്ര നിയമങ്ങൾ അതേപടി സംസ്ഥാനത്ത് നടപ്പാക്കില്ല. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ TVK ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അധ്യക്ഷൻ വിജയ്. ആരുമായും സഖ്യത്തിനില്ലെന്നും പ്രഖ്യാപനം. DMK സർക്കാരിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മഹാബലിപുരത്ത് നടന്ന TVK ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയ്. தீய சக்தியா இருக்கட்டும், இந்த ஊழல் சக்தியா இருக்கட்டும், 2 பேரும் தமிழ்நாட்டை ஆண்டவை கூடாது. அப்படிப்பட்ட இந்த கட்சிகளை உண்மையா தில்லா எதிர்க்கிற அந்த கட்ஸும் கெத்தும் நம்ம கிட்ட மட்டும்தான் இருக்கு. அதனால நீங்க என்ன சூழ்ச்சி நம்ம மேல பண்ணாலும், என்ன அழுத்தம் நீங்க கொடுத்தாலும், இந்த அடங்கி போறதுக்கோ, இந்த அண்டி பொழைக்கிறதுக்கோ, இல்ல இந்த அடிமையா இருக்கிறதுக்கால நம்ம அரசியலுக்கு வரல. US-ൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37കാരൻ മരിച്ചു. ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവാണ് കൊല്ലപ്പെട്ടത്. 1 മാസത്തിനിടെ സമാനമായ രീതിയിൽ നടക്കുന്ന 2ാമത്തെ കൊലപാതകമാണിത്. സേനയ്ക്കെതിരെ ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ നടപടികൾ എന്ന പേരിലാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നീക്കം ട്രംപ് ഭരണകൂടം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിവിധ നഗരങ്ങളിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ പരിശോധനകൾ വ്യാപകമാക്കിയിരുന്നു. കുടിയേറ്റ പരിശോധനകൾക്കെതിരെ പ്രതിഷേധമുയർത്തുന്നതിനിടെയാണ് മിനിയോപോളിസ് നഗരത്തിൽ 37കാരനായ യുവാവ് കൊല്ലപ്പെട്ടത്. സുരക്ഷാസേന ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തോക്ക് പിടിച്ചെടുത്ത് വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ വാദം. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്.
No, you're just right inside the car. Let's go around. ICU നഴ്സായിരുന്ന അലക്സ് ജെഫ്രി പ്രെറ്റിയാണ് മരിച്ചത്. ഇയാൾ US പൗരനാണ്. സംഭവത്തിന് പിന്നാലെ ജനങ്ങൾ സേനയ്ക്കെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ആയുധധാരികളായ ഉദ്യോഗസ്ഥരെ നഗരത്തിൽ നിന്ന് പിൻവലിക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധക്കാരെ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിച്ച് തുരത്തി. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ തുടർന്നേക്കുമെന്നാണ് സൂചന. യുവാവിന്റെ മരണത്തിൽ മിനിയോപോളിസ് ഗവർണറായ ടീം വാട്സ് പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തിൽ വൈറ്റ് ഹൗസിനോട് വിശദീകരണം തേടുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒരു മാസത്തിനിടെ US-ൽ കുടിയേറ്റ വിരുദ്ധ പരിശോധനയ്ക്കിടെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് അലക്സ് ജെഫ്രി പ്രെറ്റി. ജനുവരി 7-ന് ഒരു യുവതിയെയും സുരക്ഷാസേന വധിച്ചിരുന്നു. അതേസമയം വിഷയത്തിൽ നാഷണൽ ഗാർഡ്സിനെ ന്യായീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. സേനയ്ക്ക് നേരെ കടുത്ത ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നും ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നുമാണ് വിശദീകരണം. US-ൽ ആകെ 12,000-ലധികം കുടിയേറ്റ ക്രിമിനലുകളുണ്ട്. ഇവരാണ് രാജ്യത്തെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെന്നും ട്രംപ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രമുഖ സ്റ്റീൽ നിർമ്മാണ കമ്പനിയായ കളർ ഷൈൻ കോട്ടഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിൽ അവരുടെ വിതരണക്കാരായി ജയ്ഹിന്ദ് സ്റ്റീലിനെ തെരഞ്ഞെടുത്തു. കൊച്ചി ഹയാത്ത് ബോൾഗാട്ടിയിൽ നടന്ന ജയ്ഹിന്ദ് കളർ ഷൈൻ സംഗമം 2026 ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. കേരളത്തിലെ കഠിനമായ മഴയെയും തീരദേശ ഉപ്പുകാറ്റിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കളർ ഷൈൻ സിഗ്നേച്ചർ, സ്പെക്ട്രം, മെറ്റാലൂം തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. കളർ ഷൈനിന്റെ ഗുണമേന്മയും ജയ്ഹിന്ദ് സ്റ്റീലിന്റെ വിപുലമായ വിതരണ ശൃംഖലയും ചേരുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് കളർ ഷൈൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് സാവിയോ ലെയ്നസ് പറഞ്ഞു. ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ജയ്ഹിന്ദ് സ്റ്റീൽ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ കുമാർ ജെയിൻ വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 14,690 രൂപ, പവന് 1,17,520 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 12,145 രൂപ, പവന് 97,160 രൂപ. വെള്ളി ഗ്രാമിന് 335 രൂപ, കിലോഗ്രാമിന് 3,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.